ടോണി അച്ചായൻ ഈ കുറേ കാലമായിട്ട് ചെയ്തു വരുന്ന ഒരാളാണ്. ഈ റീസെൻ്റ്ലി ഒരു 1-2 വർഷമായിട്ടാണ് ഏതോ ഒരു PR ഏജൻസി ഇയാളെ ഹൈജാക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഇയാൾ ഏതോ ഒരു PR ഏജൻസീനെ ഏറ്റെടുത്ത് അവർ പറയുന്ന രീതിയിലുള്ള PR ഗിമിക്കുകളായി ഇയാളുടെ ചാരിറ്റി വർക്ക് മൊത്തം. അത് ഇയാളുടെ റീല് കണ്ടാൽ വളരെ എവിഡൻ്റ് ആണ്. ആളുകൾക്ക് സഹായം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അത് കാണുന്ന ആളുകൾ നിങ്ങളൊന്ന് ഇരുത്തി ആ വീഡിയോസ് ഒന്ന് കാണണം. ഓക്കെ, കിട്ടുന്നുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, സഹായിക്കുന്നുണ്ടാവും. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇയാളെ സെൽഫ് PRന് വേണ്ടിയിട്ടാണ്, സെൽഫ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ ലോജിക്ക്. ഇയാൾക്ക് 10-14 ഷോപ്പ് അല്ലെങ്കിൽ 10-40 ഷോപ്പ് പല ജില്ലകളിലായിട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിട്ടുണ്ടെങ്കിൽ, അവിടെയൊക്കെ പ്രമോഷന് വേണ്ടി പൈസ ചിലവാക്കി ഇത് നാട്ടുകാരിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ നല്ലത് ഇതേപോലുള്ള ചാരിറ്റി വീഡിയോ ചെയ്തിട്ട് മില്യൺ ആളുകൾ കാണും. ഇയാൾ എല്ലാത്തിലും പറയുന്നത് അച്ചായൻസ് ഗോൾഡ്, അച്ചായൻസ് ഗോൾഡ്, അച്ചായൻ. ഈസി ആയിട്ട് ഇയാളുടെ സെൽഫ് പ്രൊമോഷൻ നടക്കും, ഇയാളുടെ കടേൻ്റെ പ്രൊമോഷൻ നടക്കും. അവിടെ 10 ലക്ഷവും 20 ലക്ഷവും 30 ലക്ഷവും ചിലവാക്കേണ്ട സമയത്ത് ഇയാൾക്ക് ഇവിടെ 1 ലക്ഷം 2 ലക്ഷം അല്ലെങ്കിൽ ഒരു ചാക്ക് അരി അല്ലെങ്കിൽ സാധനത്തിന് മുകളിൽ സംഗതി തീർന്നു പോകും. ഈ ഒരു പാറ്റേൺ ആണ് ഇയാൾ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇയാളുടെ വീഡിയോസിലൊക്കെ നോക്കിയാൽ മതി, കാശ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു നാടകീയതയിൽ കാശ് കിട്ടുന്ന ആളുകൾ ഇയാളെ കാലിലേക്ക് വീഴും, കരഞ്ഞു ഒച്ചയും വിളി ഉണ്ടാക്കും. ഇങ്ങനത്തെയൊക്കെ സ്കീം പരിപാടികളാണ് ഇയാൾ പലതിലും കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഈ അടുത്ത കാലത്തായിട്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ടോണി അച്ചായൻ എയറിലേക്ക് പോകുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ടോണി അച്ചായൻ്റെ ഈ അടുത്ത കാലത്ത് വന്നൊരു വൈറൽ കണ്ടൻറ്റാണ് 40 രജനീഷ് ബ്രോ പോയി ഷൂട്ട് ചെയ്തത്. ആ സമയത്തും അവർ കയറി താമസിച്ചിട്ടില്ല. ആ വീഡിയോസിൻ്റെ കുറേ ക്ലിപ്പുകളുണ്ട്, അത് നമുക്കൊന്ന് കാണാം. ശരിക്കും നിങ്ങൾക്കറിയാവോ, 10 മിനിറ്റിൽ ഒരു വീട് ഉയരുന്നൊരു പദ്ധതിയുണ്ട്. അതായത് മണിക്കൂറിൽ 6 വീട്, ഒരു ദിവസം ശരാശരി 152 വീടുകളാണ് ഉയരുന്നത്. ആ പദ്ധതിയുടെ പേരാണ് ലൈഫ്. ശരിക്കും കേരളത്തിലെ ഭവനരഹിതർക്ക് ഒരു ആശ്വാസമാണ് ലൈഫ് പദ്ധതി. ഈ ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു യാത്ര നടത്തുന്നത്. എന്റെ പുറകിൽ കാണുന്ന വഴി കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ്. ഈ വഴിയില് താമസിക്കുന്ന, അതായത് അവിടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട്, കാല് വയ്യാത്ത ചേട്ടനാണ്. ആ ചേട്ടന് ഒരു വീട് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് നേരിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴി നമ്മൾ കയറി പോണത്. ഇവിടെ എത്ര നാളായിട്ട് ജീവിക്കുന്നു? ഇവിടെ എന്റെ ഭർത്താവ് 50 വർഷം കൊണ്ട് താമസിക്കണം. ഞാൻ വന്നിട്ട് 30 കൊല്ലം കഴിഞ്ഞു. ഓ, കാല് വയ്യാതായത് നേരത്തെ? അല്ല, 5 വർഷം കഴിഞ്ഞു. 5 വർഷമായിട്ട്. അപ്പൊ 5 വർഷമായിട്ട് ഈ വഴിയിൽ ഇങ്ങനെയാണ് നടക്കുകയാണ്, ഇറങ്ങി ഇരുന്ന് ഇറങ്ങിയാണ് പോണത്. വീടിന്റെ പണി ഏതുവരെ? വീടിന്റെ പണി പൂർത്തിയാവാറായി. ഇപ്പൊ ഏത് സ്റ്റേജിലാണ്? പൂശി കഴിഞ്ഞു? പൂശിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വീട് വെച്ച സ്ഥലം ഞാൻ പഞ്ചായത്തിൽ നിന്ന് കിട്ടി, പിന്നെ ബ്ലോക്കിൽ നിന്ന് എനിക്ക് ഭൂമിക്ക് കിട്ടി. അങ്ങനെ ചെയ്തു വെച്ച് ഇനി പാല് കച്ചാറായി. അത് ഒരു സന്തോഷം തന്നെ. രണ്ടുപേരേ ഉള്ളൂ മക്കളൊക്കെ? ഇല്ല, നമ്മൾ 2 പേരേ ഉള്ളൂ. രണ്ടുപേരും കൂടെ ഇവിടെ അങ്ങ് അത്യാവശ്യം ബുദ്ധിമുട്ടുകൾ കഴിയുകയാണ്. ഇപ്പൊ ടാർപ്പാള ഒരാള് 5000 രൂപ തന്നോണ്ട് അത് വാങ്ങിച്ച് ഒക്കെ കെട്ടി. നമുക്ക് വരുമാനമൊന്നും ഇല്ല, ആരും തരാനും ഇല്ല. എനിക്ക് കിട്ടി, അത് സന്തോഷമായിട്ട് അതിലേക്കൊന്ന് കിടക്കാൻ പോയി. നമുക്കൊരു ആത്മവിശ്വാസം വന്ന് സന്തോഷമായിട്ട് ചെന്ന് കിടക്കാൻ. ഈ മുരുകൻ ചേട്ടന്റെ വീട്ടിനകത്തേക്ക് വണ്ടി വരും. ഈ മണൽ കിടക്കുന്നതുകൊണ്ടാണ് അകത്തേക്ക് ഇറക്കാൻ പറ്റാത്തത്. ഇതിനകത്തേക്ക് വരുന്നത് കാണുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. മുരുകൻ ചേട്ടൻ അവിടെ ഇരുന്ന് വണ്ടി ഇറങ്ങി വരുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട്. വീടിന്റെ ഉള്ളിലേക്ക് കാറ് വന്ന് ഇറങ്ങുന്ന അവസ്ഥയിലുള്ള വഴിയുള്ള ഒരു സ്പേസിലാണ് ഇപ്പോഴത്തെ വീട് നിൽക്കുന്നത്. ആ വീടിന്റെ പണി അവസാന ഘട്ടത്തിലേക്ക് പോവാണ്. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് മുരുകൻ ചേട്ടന്റെ കൂടെ വന്നതാണ്. അവസാന ഘട്ട പണികൾ വിലയിരുത്തുമ്പോൾ മുരുകൻ ചേട്ടന്റെ മുഖത്തുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കാണാം. അതാണ് ശരിക്കുള്ള ലൈഫ്. ഇത് കിട്ടിയപ്പോ എത്രത്തോളം ആശ്വാസവും സന്തോഷവും? എനിക്ക് ഒരു മനസ്സമാനമുണ്ട്. ഇപ്പൊ മറ്റേത് കാറ്റടിച്ച് പറക്കുന്നുള്ള ഒരു ഇതായിരുന്നു. ഇതിൽ ആരുടെയും നുണ പറയുന്നത്. നവംബറിൽ അച്ചായൻ വന്ന് പാല് കാച്ചിയ വീട്ടിൽ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയ വീടിൻ്റെ ആ ഒരു കോണ്ടന്റ് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന രജനീഷ് ബ്രോയുടെ മുന്നിൽ ഇവർ വന്നിരുന്നിട്ട് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ സ്ഥലം, അതിൽ നിന്ന് ലൈഫ് മിഷനിൽ നിന്ന് വെച്ച വീട് എന്നൊക്കെ പറയുമ്പോൾ, ലൈഫ് മിഷനിൽ ഇതേപോലെ
സ്ഥലവും വീടും കൂടിയും കിട്ടും. ഒരു സ്ഥലവും വീടും ഇല്ലാത്ത ആളുകൾക്ക് സ്ഥലവും വീടും കൂടിയാണ് കിട്ടുക, അതിനുള്ള ഫണ്ട്. അങ്ങനെയാണത് കിട്ടുക. ഇതിൽ അച്ചായൻ്റെ റോൾ എന്താ? ഇനി ഞാൻ അറിയാൻ പാടില്ലേണ്ടി ചോദിക്കുക, അച്ചായൻ്റെ റോൾ എന്താ? അച്ചായനാണോ പറ്റിപ്പ്, സർക്കാരാണോ പറ്റിപ്പ്? അതോ വെരി സോറി ടു ആസ്ക് ദിസ്, ഇവരെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും ചിലപ്പോൾ അച്ചായനെ പോലെ വന്ന ഒരാൾ വന്നിട്ട് കണ്ടൻറ്റ് ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് ചിലപ്പോൾ 200 കൊടുത്തതായിരിക്കും ഈ ചേച്ചിയും ചേട്ടനും. ആരാ ഉടായിപ്പ് ഇതിൽ? നീ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. ഈ അച്ചായൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കണ്ടൻറ്റുകൾ അയാൾ ആളുകളെ സെലക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തുന്നതും പലപ്പോഴായിട്ട് പല വേദിയിൽ ചോദിക്കുമ്പോൾ അച്ചായൻ പറയാറുണ്ട് അതിങ്ങോട്ട് മെസ്സേജ് വരാറുണ്ട്, അത് ആളുകളുണ്ട് നോക്കാമെന്നൊക്കെ. ഏതെങ്കിലും PR ടീം ഇങ്ങനത്തെ ഉടായ്പകൾ കാണിക്കുമ്പോൾ ഇയാൾ പോയിട്ട് കാണിക്കുന്ന ഉടായ്പകളാണോ മലയാളികൾ ഇത്രയും കാലം കണ്ട് കൈയടിച്ച് ഇത്രയും കാലം കമൻറ്റ് ബോക്സിൽ പോയിട്ട് അച്ചായൻ തീ എന്ന് പറഞ്ഞിട്ട് ഇട്ടുകൊണ്ടിരുന്നത്? അങ്ങനെയാണെങ്കിൽ അച്ചായൻ തീട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു, അതാ നല്ലത്. ഇത് കേരള സർക്കാർ ലൈഫ് മിഷൻ്റെ ഉദ്യോഗസ്ഥർ ഒന്ന് കാണണം. ദയവ് ചെയ്ത് ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. കാരണം ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാർ പണിത് കൊടുത്തൊരു വീട്, അവരെടുത്തൊരു സ്ഥലം, സർക്കാരിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഭൂമിയും വീടുമാണ്. അതിൽ അച്ചായൻ എന്ത് റോള്? അവിടെ പണി കഴിയുന്നതിന് മുന്നേ അച്ചായൻ പാല് കാച്ചി ഇവരെ കയറ്റി താമസിപ്പിച്ച് താക്കോലും കൊടുത്തിട്ട് പറയും ഇത് ഞാൻ പണിത വീടാണ്, എൻ്റെ 31ാമത്തെ അച്ചായൻ ഗോൾഡ് പ്രൊജക്റ്റിൻ്റെ വീടാണ്. കേരള സർക്കാർ പൊട്ടന്മാരാ. പിണറായി വിജയനെയും പൊട്ടനാക്കിയ അല്ല, അല്ലെങ്കിലും പൊട്ടനാക്കിയിട്ടുണ്ട്. കാരണം പിണറായി വിജയൻ നാടായ നാട്ടിലൊക്കെ ഫ്ലെക്സ് വെച്ചിട്ട് അതിദാരിദ്ര്യമില്ലാത്ത നാട്, ദാരിദ്ര്യമില്ലാത്ത നാട് എന്നൊക്കെ എഴുതി പിടിക്കുമ്പോൾ അച്ചായൻ ആഴ്ചയ്ക്ക് ഓരോ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ദരിദ്രരായുള്ള ആളുകളെ കൊടുന്ന് വീഡിയോ വെച്ച് ചെയ്ത് സർക്കാരിനെ വെല്ലുവിളിക്കുക അല്ലെങ്കിൽ ചെറിയ തോണ്ടി പോകാനുള്ള പരിപാടി. സത്യത്തിൽ ആ വീടായിരുന്നു അച്ചായൻ വെച്ചതോ അതോ ലൈഫ് മിഷനിൽ നിന്ന് കിട്ടിയതോ? അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണം. അച്ചായൻ ഇതിന് ഉത്തരം ഉണ്ടെന്നെങ്കിൽ അച്ചായൻ പറയണം. ഓക്കെ, കഴിഞ്ഞിട്ടില്ല, ബാക്കി കൂടി കാണാം. കാറ്റടിച്ച് പറന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിപ്പോ കാറ്റടിക്കൊന്നും മേടിക്കണ്ടല്ലോ, സുഖമായിട്ട് ഇരിക്കുക. നമ്മളെ സർക്കാർ ഇത്രയും തന്ന് സഹായിച്ചില്ലേ, അതിലെ വലിയ പുണ്യം. മരിക്കുന്നവരെവിടെ കിടക്കാം. ഇത് നമ്മുടെ അർഹതപ്പെട്ട കാര്യമാണ്, നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ അവകാശമാണ്. അപ്പൊ ലാസ്റ്റ് ഘട്ട പണികളാണ് ഇപ്പൊ പണി ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. ഇനി ഒരു 2 ദിവസം പണി കൂടെ ഉള്ളൂ, പണി കംപ്ലീറ്റ് പൂർത്തിയായി. പിന്നെ ഏതെങ്കിലും നല്ലൊരു ദിവസം നോക്കി കയറണോ? ഈ എന്നത്തേക്ക് കയറാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു 15-ാം തീയതി വാക്കിലേക്ക് കയറണം. അടിപൊളി. അത് എന്തോ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാ. അപ്പൊ പണി 5-6 ആളുകളൊക്കെ വിളിക്കാം, ചുമ്മാ ആക്കാറുണ്ട്. 5-6 ആളുകളൊക്കെ വിളിക്കാം. പിന്നെ അപ്പൊ എന്നെയൊക്കെ വിളിക്കുവോ? പിന്നെ മോൾ നമ്പർ തന്നിട്ട് കൃത്യമായിട്ട് വിളിച്ചേക്കും. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് ഡേറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് തലക്കേക്കത്ത് വെച്ചിട്ടുണ്ട്. കാരണം പണികൾ നോക്കിയിട്ട് വിലയിരുത്തിയിട്ട് ഒരു ഡേറ്റ് കൺഫേം ചെയ്ത് മനസ്സിൽ വെച്ചിട്ടുണ്ട്. അതാണ് കാൽക്കുലേഷൻ. നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ആ പണി എപ്പോ തീരുമെന്ന് പറഞ്ഞിങ്ങനെ കാത്തിരിക്കുന്നില്ലേ, അതിവിടെ ഉണ്ട്. എപ്പോ തീരുമെന്ന് പറഞ്ഞ് നിൽക്കുക. പക്ഷെ മനസ്സിനകത്ത് ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കാണുമ്പോ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട്. ലൈഫ് പദ്ധതിയിലൂടെ 5,98,102 വീടുകളാണ് മൊത്തം അനുവദിച്ചിട്ടുള്ളത്. ഗുണഭോക്താക്കളെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നത് സംബന്ധിച്ച് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് പദ്ധതി മുന്നോട്ട് പോകുന്നത്. ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് ലഭിക്കുന്ന ഗുണഭോക്താക്കളുടെ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചോ എന്നുള്ളത് ഇവിടെ ചെക്ക് ചെയ്യണം. കാരണം മുരുകൻ ചേട്ടനൊക്കെ നമുക്ക് പാവം തോന്നാം, കാരണമുള്ള സിറ്റുവേഷൻ അങ്ങനെയാണ്. ലൈഫിലൊന്നും ഇല്ലാത്തവരോട് നമുക്ക് പാവം തോന്നാം. അച്ചായൻ്റെ വീഡിയോയിൽ അച്ചായനോട് നന്ദി, ഇവിടെ ആരും നോക്കുന്നില്ല, വരുന്നില്ല, ഇവിടെ സർക്കാരില്ല, നിയമമില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ ആളുകൾ അപ്പുറത്ത് പോയിട്ട് ഇതാ നടക്കുന്നു. രജനീഷേട്ടൻ്റെ വീട് പോയിട്ട് സർക്കാർ തന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, പഞ്ചായത്തിൽ നിന്ന് മൂവി കിട്ടിയോണ്ട് കഴിച്ചില്ലായി. സിറ്റുവേഷൻ മനുഷ്യനെ പലതും ആക്കും, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ അത് മുതലെടുക്കാൻ നടക്കുന്നവരുടെ അവസ്ഥ. അച്ചായനെ പോലുള്ള ഫേക്ക് ചാരിറ്റി നന്മമരങ്ങൾ അവിടെയാണ് ക്യാഷ് ഇൻ ചെയ്യുന്നത്. അവരുടെ നിങ്ങൾ ചെയ്തോ, നിങ്ങൾ സഹായിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹായിച്ച് മാന്യമായി ഞാൻ സഹായിച്ചു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു വീഡിയോ ഇട്ട് പ്രൊമോഷൻ എടുത്ത് പോയിക്കോ. BGM കുത്തിക്കയറ്റി അതിനിടയിൽ സിനിമാസ്കോപ്പ് മറ്റേ ഡയലോഗും ഫിറ്റാക്കി അച്ചായൻ വലിച്ചറിഞ്ഞും അങ്ങനെയുള്ള ഡയലോഗും പറഞ്ഞ് എന്തിനാണ് സ്വയം പറ്റിക്കപ്പെടുകയാണ്. എന്നിട്ട് കുറേ ദൈവത്തിനെ ഇങ്ങനെ പറയും, ദൈവമുണ്ട്. അതുകൊണ്ടാണ് കാട്ടുന്ന സാധനങ്ങൾ നമ്മളെപ്പോലുള്ളവരുടെ അടുത്ത് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നതും കാണുന്നതും എന്നുള്ളത് നിങ്ങളാണ് വിചാരിക്കുക. ദൈവമുണ്ട്, നിങ്ങൾ പറയുന്ന ദൈവം നിങ്ങൾക്കുണ്ട്. ഞാനിതിന് പറയുക എന്താ അറിയോ, കർമ്മ. കുറേ കാലം പറ്റിച്ച് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്കത് ദൈവമാണെങ്കിൽ എനിക്ക് കർമ്മയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളുടെ കർമ്മയാണ്. കിട്ടും, വഴിക്കിങ്ങനെ വരും. വന്നല്ലോ. അപ്പോൾ ഉത്തരമുണ്ടെങ്കിൽ ടോണി അച്ചായൻ ഇതിന് ഉത്തരം പറയണം. ഇനി ടോണി അച്ചായന് പറയാം, ഞാൻ ഈ വീടിൻ്റെ സർക്കാർ ബാക്കി
ഫണ്ടുകൾക്ക് ഉപരി ആ വീട്ടിലേക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു. ഒരു ഫർണിച്ചർ വാങ്ങി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് സഹായിച്ചു, പെയിൻ്റ് അടിക്കാൻ സഹായിച്ചു, അങ്ങനെ ഇങ്ങനെ സഹായിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷെ നിങ്ങൾ വീഡിയോയിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. ടോണി അച്ചായൻ എവിടെയും ഇത് സർക്കാരിൻ്റെ പ്രൊജക്റ്റാണ് ഈ വീട് എന്നും ഇത് ലൈഫ് മിഷനിൽ കിട്ടിയ സ്ഥലമാണ്, ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടുള്ള വീടാണെന്നുള്ളത് എവിടെയും പറഞ്ഞില്ല. ഇത് അച്ചായൻ്റെ 40 വീടുകളിൽ 31ാമത്തെ വീടടാ, അച്ചായൻ മോശടാ എന്ന് പറഞ്ഞാണ് അച്ചായൻ പോയത്. അച്ചായനെ കൊണ്ട് ഇത്രയും സാധിച്ചുള്ളൂ അമ്മേ എന്നുള്ള ഡയലോഗൊക്കെയാണ് അടിച്ചത് അച്ചായൻ. അല്ലെങ്കിൽ മാന്യമായിട്ട് അച്ചായൻ പറയേണ്ടിയിരുന്നു, ഇത് സർക്കാരിൻ്റെ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് കിട്ടിയ ഫണ്ട്, അതിൽ നിന്ന് മേടിച്ച ഭൂമി, അതിൽ നിന്ന് വെച്ച വീട്. ഇത് അച്ചായൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു, എന്നാലും നിങ്ങൾക്ക് സർക്കാരിൻ്റെ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നിങ്ങളാണ് വെച്ചു കൊടുത്തതെന്ന്. അത് സർക്കാരിൻ്റെയാണ്, പൊതു ഖജനാവിൽ നിന്ന് കൊടുത്ത പൈസയാണത്. ഞങ്ങൾ ഓരോരുത്തരും നമ്മുടെ നികുതി പണം പൊതു ഖജനാവിൽ പോയിട്ട് അവിടുന്ന് പോണതാണ് പാവപ്പെട്ടവരെ സഹായിക്കാൻ. അല്ല അച്ചായൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് വിഴുങ്ങാനുള്ള പരിപാടിയല്ല. അല്ലെങ്കിൽ ലൈഫ് മിഷൻ്റെ അന്വേഷണം നടക്കട്ടെ. ലൈഫ് മിഷൻ്റെ വീട് ഇങ്ങനെ കണ്ടവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ചാരിറ്റിക്കാർ എടുത്തുകൊണ്ട് പോകണമെന്നുള്ള അറിയണമല്ലോ. പിന്നെ 40 വീട് ഇയാൾ വെച്ചെടുത്ത ബാക്കി വീടും കൂടി ഞാൻ അന്വേഷിക്കണം. ലൈഫ് മിഷൻ്റെ ഏതൊക്കെ സാധനങ്ങൾ എടുത്തുകൊണ്ടോ എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. അയ്യടാ അടുപ്പിലൂതുന്നുണ്ട് ആസനത്തിലൂതുന്ന പരിപാടിയാണ്. കഴിഞ്ഞിട്ടില്ല. അച്ചായൻ്റെ വേറെ റേറ്റ് ഉണ്ട്. അച്ചായൻ ഈ അടുത്ത് സ്ത്രീകളും പിന്നെ കുറച്ച് കുട്ടികളും താമസിക്കുന്ന ഒരു വീട്ടിൽ ചെന്നിട്ട് ഒരു റീൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട സമയത്ത് ഇഫ് ഐ എം നോട്ട് റോങ് അതിലൊരു 1-2 സാധനങ്ങൾ ഇയാൾ വെട്ടിക്കളഞ്ഞിട്ടാണ് ഇട്ടത്. എൻ്റെ മോനെ എമ്മാതിരി നാടക ഡയലോഗ്. അത് ഇൻസ്റ്റയിലില്ല. കുട്ടികളെ മുൻനിർത്തിയിട്ട് എന്തിനാ ഈ നാടകം പറഞ്ഞ ഒരു ഡയലോഗ് പഠിപ്പിക്കുന്നത്? അച്ചായൻ ആരായച്ചേ? ദൈവമാണ് അയച്ചേ. നാണമില്ലേ? അത് സീരിയസ് ആയിട്ട് പൈസ കൊടുക്കുകയാണെങ്കിൽ കൊടുത്തിട്ട് പോര്. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെയുള്ള ബാക്കിയുള്ളവർ നിർത്തിയിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞ അവരവസ്ഥ പറഞ്ഞ് അവരുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല കാര്യമൊക്കെ ഞാൻ സമ്മതിച്ചു. ഇതിനടാ അതിനിടയിൽ ഈ ഡ്രാമ കളിച്ച് കൂട്ടുന്നത്. ഇതൊക്കെ എന്താ അറിയോ, ഇത് നല്ലത് ചെയ്യുന്നവർ നല്ലത് ചെയ്തോട്ടെ, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. സെൽഫ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്നവർ അത് ചെയ്തോട്ടെ, അതും വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷെ ഇതിൻ്റെ ഒരു ലെവൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയണ്ടേ. അതായത് ഇങ്ങനെയാണ് ആൾ ദൈവങ്ങൾ ഉണ്ടാകുന്നത്. പ്രമോഷൻസ് ആവാം, ചെയ്യാം, ഇതൊക്കെ ഇതിവിടെ കാലാകാലങ്ങളായിട്ട് പലരും ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോൾ CJ റോയുടെ അവസ്ഥ തന്നെ നിങ്ങൾ കണ്ടില്ലേ. ആ വ്യക്തിയും ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ബാക്കി ഫിനാൻഷ്യൽ ഫ്രോഡ് പരിപാടികൾ വന്നു കഴിഞ്ഞാൽ സീനാണ്. ബ്രാൻഡിങ്ങിന് വേണ്ടി നിങ്ങൾ ഇങ്ങനത്തെ എന്ത് പരിപാടി നിങ്ങൾ കാണിക്കും, ചാരിറ്റി കാണിക്കും, 4 ആളെ സഹായിക്കാൻ പറ്റുന്ന ഒക്കെ ചെയ്യും. പക്ഷേ ഇതിലൊക്കെ സംശയം വരുന്നത് ഉടായ്പ് കാണിക്കുമ്പോഴാണ്. എല്ലാവരും സംശയിച്ചു പോകണം നമ്മളെ. എൻ്റെ പൊന്നി എന്ത് അഭിനയമാണോ അത്. 31ാമത്തെ വീട് ലൈഫ് മിഷൻ്റെ വീട് എടുത്തു കൊടുത്തിട്ട് ആ ചേട്ടനും ചേച്ചീനെയും കൊണ്ടുവന്നിട്ട് ആരുമില്ല എന്ന് പറഞ്ഞ് വീട് വെച്ചെന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഇപ്പോൾ സർക്കാരല്ല പൊട്ടണ. ഞാൻ പറയുമ്പോൾ സർക്കാർ ഇയാൾക്കെതിരെ കേസ് എടുക്കണം ഈ വീഡിയോ ഇട്ടതിന്. ഇയാളെ ഈ വീഡിയോ ഇട്ട് ലൈഫ് മിഷൻ്റെ വീട് സ്വന്തം വീട് എന്ന് പറഞ്ഞ് കാണിച്ചതിന് സർക്കാർ കേസ് എടുക്കാൻ വേണ്ട ഇയാൾക്കെതിരെ. അല്ലെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇതേപോലെ ഒരാളെ വീടും കാര്യങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? പ്രൈവറ്റായിട്ട് ആളുകളുടെ ഫണ്ട് നിങ്ങൾ വാങ്ങുന്നുണ്ടോ സർക്കാർ? അപ്പോൾ ഞങ്ങൾ പൊട്ടന്മാരാ നാട്ടുകാർ. ചേച്ചീനും ചേട്ടനും നിങ്ങൾ വിടുക. അവരുടെ അവസ്ഥയിൽ അവരാര് വന്ന് നിന്നാലും ക്യാമറേൻ്റെ മുന്നിൽ വന്ന് നിന്ന് പോവും. പാവങ്ങളാണ്. മുതലെടുക്കാൻ വരുന്നവർ മുതലെടുത്തിട്ട് പോവും. അവർക്ക് നിന്നല്ലേ പറ്റൂ, നിന്നു പോവും. അവിടെ ഞാൻ പറയുന്നത് ഇവർ ഭയങ്കര എന്താ പറയുക, സീരിയസ്ലി ഇങ്ങനത്തെ നന്മമരങ്ങളെ വളർത്തണം എന്നുള്ളത് മലയാളി ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. മലയാളി എന്നുള്ള കാര്യം മറ്റേതാണല്ലോ നമ്മൾ 100% ലിറ്ററസി. നമ്മളെ മുന്നിലാണ് ഈ സംഗതിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും ഇപ്പോൾ പലരും, നീ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ചെയ്യുന്നത് പറയാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ അത്രേ പറയും, ഞാൻ ചെയ്യുന്നത് പറയാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ ചെയ്യുന്നത് പറയേണ്ട സാഹചര്യങ്ങളിൽ ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട്. പറയാത്ത കാര്യങ്ങൾ പറയാതെ തന്നെ ചെയ്യാൻ എനിക്കറിയാം. അതിനൊന്നും എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. BGM ഇടേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. ഇതേമാതിരി വന്ന് നാട്ടുകാരെ പൂമ്പിക്കാനും പറ്റിക്കാനും ഞാനില്ല. സർക്കാരിൻ്റെ ലൈഫ് മിഷൻ്റെ സാധനം ഒന്നിച്ച് വിഴുങ്ങി കൊണ്ടുപോയിരിക്കുക. അച്ചായൻ ആരാടാ? അച്ചായൻ ദൈവമാണോ? അച്ചായൻ ദൈവമാണ്.